തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ നോവലിന്ന മിഴിയിൽ ഒരു സ്നേഹമെഴുതാം ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ സമയം കുറെ ആയല്ലോ, ഇനിയും വിഷയത്തിയില്ല. വൈകുമെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? ഡി അവിടെ നിന്നേ. ഈശ്വര, സീനിയേഴ്സ് ആണല്ലോ. ഇവരെ അനുസരിച്ച് നിന്നാൽ പിന്നെ എൻ്റെ തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് വേണ്ട പോലെ അങ്ങ് പെരുമാറിയേക്കാം. ഈശ്വര കാത്തുകൊള്ളണേ. ഡി നിന്നെ തന്നെയാണ് വിളിച്ചത്, ചെവി കേട്ടൂടെ? എടി പൊടിന്നൊക്കെ തൻ്റെ മറ്റവളെ പോയി വിളി. കയ്യിന്ന് വിടടാ. അങ്ങനെ പോവാനല്ലോ നിന്നെ പിടിച്ചിവിടെ നിർത്തിയിരിക്കുന്നത്. എൻ്റെ കൈ വേനെടുക്കുന്നത്, താനൊന്ന് വിടോ? ആദ്യം നീ സീനിയേഴ്സിനെ ബഹുമാനിക്കാൻ പഠിക്ക്, എന്നിട്ട് ആലോചിക്കാൻ വിടണോ വേണ്ടിയോ എന്ന്. തനിക്ക് നാണമൊന്നും ഇല്ലേ? സീനിയേഴ്സായ കോളേജിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഫസ്റ്റ് ഇയേഴ്സിനെ റാഗുകയല്ല വേണ്ടത്. ഉപദേശിക്കാൻ വരല്ലേ മോളെ? ഓ, തന്നെ ഉപദേശിച്ച് നന്നാക്കിയിട്ട് എനിക്ക് പുണ്യമൊന്നും കിട്ടില്ലെന്നറിയാം. അതുകൊണ്ട് ആ പണിക്ക് ഞാനില്ലേ. എടാ കാർത്തിക്കേ, നീ വിഷമിക്കണ്ടടാ, അവൾക്കിട്ടൊരു പണി വൈകാതെ തന്നെ കൊടുക്കാം. ഇവനിതെന്താ പറ്റിയേ? എടാ കാർത്തിക്കേ. ആ എന്താ? നീ വിഷമിക്കണ്ട മച്ച, അവൾക്കിട്ട് പണി കൊടുക്കാം. നോ, അതൊന്നും വേണ്ട. ഹേ, പിന്നെ ഇങ്ങനെയൊക്കെ സീനിയേഴ്സിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ അവൾ, എന്നിട്ട് പണി കൊടുക്കണ്ടാന്നോ? എടാ, അവൾ നിന്റെ പെങ്ങളായി വരുന്നതിൽ എന്താ നിന്റെ അഭിപ്രായം? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ അവളെ ഇങ്ങ് കെട്ടിയാലോ? നിനക്ക് വട്ടായോ കാർത്തിക്കേ? ചെറുതായിട്ട്. എടാ, നീ അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ട് അവളെ നീ യെസ് പറയോ? ഞാൻ പറയിപ്പിക്കും, നീ നോക്കിക്കോ. എല്ലാം ഒന്ന് ശരിയാക്കി തന്നാ മതി എൻ്റെ കടവുളേ. ഹലോ, താനൊന്ന് നിന്നേ. എന്നെ ആരെങ്കിലും വിളിച്ചോ? ഞാനാ വിളിച്ചേ. എന്താടാ, തനിക്ക് പ്രതികാരം ചെയ്യാൻ വല്ല പ്ലാനുണ്ടോ? നോ, ഞാനതൊക്കെ എപ്പോഴേ മറന്നു. തൻ്റെ കിളി പോയോ? ഐ ഡോണ്ട് നോ. ഇത് അത് തന്നെ. എന്ത് വട്ട്? നോ, ബൈ ദ ബൈ, തന്റെ പേരെന്താ? കുമ്പളങ്ങ. എന്തേ? നൈസ് നെയിം. ഈ കണാറിന് ഇതെന്താ പറ്റിയേ? ഞാൻ വന്നതെന്ന് വെച്ചാൽ കുമ്പളങ്ങി ഇന്ന് ഫ്രീ ആണോ? അയ്യോ, എൻ്റെ പേര് കുമ്പളങ്ങ ഒന്നുമല്ല, വൃന്ദ എന്നാ. താനത് വിശ്വസിച്ചോ? കുമ്പളങ്ങ എന്നൊക്കെ ആരെങ്കിലും പേരിടോ? തനിക്ക് കോമൺ സെൻസ് ഇല്ലേ? ഓ, ഞാൻ വിചാരിച്ചു തന്റെ പേര് കുമ്പളങ്ങ എന്ന് തന്നെയാണെന്ന്. ഇപ്പോഴാരാ വെറൈറ്റി ആലോചിക്കാത്തെ? ഈശ്വര, ഇയാൾക്ക് വട്ട് തന്നെ. അല്ല വൃന്ദ, ഞാൻ പറഞ്ഞതിന് മറുപടി തന്നില്ല. എന്തു മറുപടി? അല്ല, താൻ ഈവനിങ് ഫ്രീ ആണോ? എന്തിനാ? നമുക്കൊരു കോഫി കുടിച്ചാലോ? എനിക്ക് കോഫിയിൽ എന്തെങ്കിലും കലക്കി തരാനാണോ? താൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾക്ക് ഫ്രണ്ട്സ് ആയിക്കൂടെ? എനിക്ക് തന്നെ തീരെ വിശ്വാസമില്ല, സോറി. ഓക്കെ, ഞാനതൊക്കെ മാറ്റിത്തരാം. എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാണേ. ഓക്കെ, തന്റെ ഇഷ്ടം. ഇന്നലെ എന്നെ റാഗ് ചെയ്ത കക്ഷിയാണ് ഇപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് വന്നത്. അതിലെന്തോ ഉടായിപ്പുണ്ടല്ലോ മോളെ.
ആന്ന് ചിലപ്പോൾ ആ കോഫിയിൽ എന്തെങ്കിലും കലക്കി എന്തെങ്കിലും പണി തരാനായിരിക്കും. ദേ ആ മുന്നിലുള്ള ആളാ എന്നെ റാക്ക് ചെയ്തത്. ആള് നല്ല സുന്ദരനാണല്ലോ. ആള് സുന്ദരനൊക്കെ തന്നെയാ, പക്ഷെ ദൈവം ബുദ്ധി കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഹായ്, എൻ്റെ പേര് കാർത്തിക്. ഞാൻ തേർഡ് ഇയർ ബികോം സ്റ്റുഡൻ്റ് ആണ്. മറ്റന്നാൾ നടക്കുന്ന ഫ്രഷേഴ്സ് ഡേക്ക് പ്രോഗ്രാംസും മറ്റും ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഇപ്പോൾ പേര് നൽകുക. വൃന്ദ, നീയല്ലേ പാട്ട് പാടണമെന്ന് പറഞ്ഞത്? പോയി പേര് കൊടുക്ക്. ഞാനെന്നാ പോയി പേര് കൊടുക്കട്ടെ. तू दिल में है, तू सांसों में बसा, ये सिलसिले हो जाने दे जरा. പേര് പറയൂ. അതാ അയാളപ്പുറത്തേക്ക് പേര് പറഞ്ഞു. തന്നോട് ഞാൻ പേരാ ചോദിച്ചത്, അല്ലാണ്ട് വീട്ട് അഡ്രസ് അല്ല. വേഗം പറയൂ. വൃന്ദ വേണുഗോപാൽ. ഐറ്റം ഏതാ? പാട്ട്. ലഞ്ച് ബ്രേക്ക് ടൈം. വൃന്ദയും ഇഷയും ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. ആ സമയം അവിടെ കാർത്തിക് വന്നിരിക്കുന്നു. കാർത്തിക് വന്നിരുന്നത് കണ്ട് അന്തം വിട്ട് ഇഷയും വൃന്ദയും പരസ്പരം നോക്കുന്നു. താനൊന്ന് മാറിത്തരോ? എനിക്ക് വൃന്ദയോടൊന്ന് സംസാരിക്കണം. ഓക്കെ. എന്താ ഇവിടെ? ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ? നീ മറ്റന്നാൾ ഈവനിങ് എൻ്റെ കൂടെ കോഫി കുടിക്കാൻ വരണം. നോ, എനിക്ക് താല്പര്യമില്ല. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനാ, പ്ലീസ്. നോ കാർത്തിക്, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. നീ വന്നില്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ കയറി നിന്നെ പൊക്കും. വാട്ട്? തനിക്കെന്താ വട്ടാണോ? അതെ. ഞാൻ വരാം, താൻ ഇപ്പോഴൊന്ന് പോ. ഓക്കെ, ബൈ ഡിയർ, സീ യു ലേറ്റർ. ഡിയറോ? അടുത്തതൊരു സോങ്ങുമായി വരുന്നു ഫസ്റ്റ് ഇയറിലെ വൃന്ദ. താങ്ക് യു ഗായ്സ്. ഹേയ്, ഒന്ന് നിന്നേ. എന്താ? പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എടി, ശബ്ദമുണ്ടാക്കാതെ. ശബ്ദമുണ്ടാക്കുന്നില്ല, വേഗം വാ. അതാ അവിടെ വാർഡനില്ല, വാർഡൻ റൂമിൽ പോയി എന്ന് തോന്നുന്നേ. നമുക്ക് വേഗം പോവാം.
അല്ല വൃന്ദ, നീ ഏത് സിനിമയുടെ ടിക്കറ്റ് എടുത്തേന്ന് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ പറയണോ? ഇപ്പം ട്രെൻഡിങ് ആയി കിടക്കണ സിനിമ ആവേശം തന്നെ ഞാൻ എടുത്തിരിക്കണത്. ഹേയ് ഒന്ന് നിന്നേ. അല്ല, ഇയാൾക്കൊപ്പം ഈ ഒരു ഡയലോഗേ ഉള്ളൂ. എന്താ? അല്ല, ഞാൻ കേട്ടത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവരല്ലേ? അപ്പോൾ നിങ്ങളും ഹോസ്റ്റലിൽ ചാടി ഇവിടെ സിനിമ കാണാൻ വന്നതാണോ? ഈശ്വരാ പെട്ട്. പണി പാലപ്പളത്ത് കിട്ടിയല്ലോ ഭഗവാനെ. ചേട്ടാ പ്ലീസ് സീനാക്കല്ലേ, നമ്മൾ എന്ത് വേണമെങ്കിൽ ചെയ്യാം. യെസ്, അതാണ് എനിക്ക് വേണ്ടത്. തൽക്കാലം ഈ കുട്ടിയൊന്നും ചെയ്യണ്ട. മറ്റേ കുട്ടി ഞാൻ പറയുന്നത് അനുസരിക്കണം. ഇത് എനിക്കുള്ള കുരിശാണല്ലോ കർത്താവേ. ഓക്കെ ആണോ മോളെ? അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. ദാറ്റ്സ് മൈ ഗേൾ. തൽക്കാലം വെറുതെ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. വഴിയെ ഞാൻ എല്ലാം പറഞ്ഞു തരാം. അപ്പൊ ഇനി ഹോസ്റ്റലിലേക്ക് വിട്ടോ. രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം കയ്യിന്ന് പോയത്. ഹേ വൃന്ദ, നാളത്തെ കാര്യം ഓർമ്മയുണ്ടല്ലോ? മറക്കാതെ കോളേജിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാണ്. ഇതിപ്പോ കുറേ നേരമായല്ലോ ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനിയും അയാൾ വന്നില്ലല്ലോ. വാ കേറ്. ഞാൻ കേറൂല. വേഗം ഒന്ന് കേറടോ. നോ, ചിലപ്പോ താൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നതാണെങ്കിലോ? എന്നാ താൻ നടന്നിട്ട് വാ, ഞാൻ ലൊക്കേഷൻ അയച്ചുതരാം. നമുക്ക് നടന്നിട്ട് പോയാ പോരെ? എനിക്കൊന്നും വയ്യ നടക്കാൻ. നീ കേറുന്നുണ്ട്, ഇപ്പൊ കേറ്. എന്നെ വേഗം ഹോസ്റ്റലിൽ കൊണ്ടാക്കിക്കൊള്ളണം. ഇവിടെ എത്തിനല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് പോയാ പോരെ? ആദ്യം കോഫി വരട്ടെ. കോഫിയിൽ എന്തെങ്കിലും കലക്കി തരാൻ അങ്ങാനാണോ നിന്റെ പ്ലാൻ? ഇതെന്റെ തന്തയുടെ കഥയൊന്നുമല്ല നിനക്ക് പ്രത്യേകം പറയിപ്പിച്ചിട്ട് കോഫിയിൽ എന്തെങ്കിലും കലക്കി തരാനായിട്ട്. സർ, എന്താ വേണ്ടത്? വൃന്ദ, തനിക്ക് ഐസ്ക്രീം പറയട്ടെ? വേണ്ട, എനിക്കും കോഫി മതി. വേറെ എന്തെങ്കിലും വേണോ? നോ. 2 കോഫി. വെയിറ്റർ പോയി. കുറച്ചു സമയം കഴിഞ്ഞ് അവർ കോഫി കൊണ്ടുവന്നു. കാർത്തിക് ഒരു കോഫി എടുത്ത് വൃന്ദയ്ക്ക് നേരെ നീട്ടുന്നു. പക്ഷേ കാർത്തിക് കൊടുത്തത് അവന് തന്നെ കൊടുത്ത് അവന്റെ അടുത്തുള്ളത് അവൾ എടുക്കുന്നു. നിനക്ക് എന്നെ ഇനിയും വിശ്വാസമായില്ലേ? ഇല്ല. കോഫി ഒന്നില്ലേ? ഇനി തനിക്ക് പറയാനുള്ളത് പറഞ്ഞൂടെ? യാ, ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഫോർ ദാറ്റ് ഇൻസിഡന്റ്. തന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതിൽ സോറി. ഇറ്റ്സ് ഓക്കെ, ഞാൻ അതൊക്കെ വിട്ടു. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ നിന്റെ കൂടെ ഇവിടെ വന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ? എങ്ങനെ പറയണമെന്നറിയില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. തന്റെ ധൈര്യവും തന്നെയും ഒക്കെ എനിക്കിഷ്ടമായി. നീ എസ് പറയുകയാണെങ്കിൽ ഒരു രാജകുമാരിയെ പോലെ നിന്നെ ഞാൻ നോക്കിക്കൊള്ളാം. തന്റെ അഭിപ്രായം എന്താ? നോ. എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമായിരിക്കും. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവുന്നുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട. ഫോർ വാട്ട്? നിനക്ക് വേറെ ക്രഷ് ഉണ്ടോ? ഇല്ല. പിന്നെന്താ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. നൗ ഐ ആം ഫോക്കസ്ഡ് ഓൺ മൈ സ്റ്റഡീസ്. ഓക്കെ, നീ പഠനത്തിൽ ഫോക്കസ് ചെയ്തോ. പക്ഷെ നിന്നെ പ്രണയിക്കാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട. നിന്നെ ഒരുത്തരും വിട്ടുകൊടുക്കുകയില്ല. കോഫി തീർന്നു, നമുക്ക് പോയാലോ? ഓക്കെ. ഞാൻ വിചാരിച്ചത് കാർത്തിക് സോറി പറയാനായിരിക്കും എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതെന്നാണ്. പക്ഷേ ഇത് ആദ്യമായിട്ട് ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടാന്ന് പറയുന്നേ. എന്നാ പിന്നെ നിനക്ക് അക്സെപ്റ്റ് ചെയ്തുകൂടായിരുന്നോ? അയ്യാടാ, വെറുതെ അങ്ങ് യെസ് പറയാൻ പറ്റുമോ? എനിക്കും ഇഷ്ടാവണ്ടേ? അപ്പോ നിനക്ക് ഇഷ്ടല്ല? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ നാളെ ശനിയാഴ്ചയല്ലേ, നീ നാട്ടിൽ പോകുന്നുണ്ടോ? ഇല്ല. നീയോ? ഞാൻ നാളെ രാവിലെ തന്നെ പോകും. ഇവിടെ നിൽക്കാൻ കഴിയില്ല. ആ. ഓ, നീ എത്തിയോ? ആ, കഴിക്കാൻ എന്താ ഉള്ളത്? എനിക്ക് വിശക്കുന്നു. കുഴിമന്തി ഉണ്ട്, എടുത്തു വെക്കട്ടെ? തമാശ അടിക്കല്ലേ അമ്മേ, ഞാൻ സീരിയസാ. പോയി കുളിച്ചിട്ട് വാ, ഞാൻ എടുത്തു വെക്കാം.
എടാ എനിക്ക് അവളെ കാണാൻ തോന്നുന്നു. ആരെ? വൃന്ദയെ. ഹോ ഗോഡ്, അവളിപ്പൊ എങ്ങനെ കാണാനാ? അവൾ വീട്ടിൽ പോയിട്ടുണ്ടാവൂലേ? ആ, അത് ശരിയാണല്ലോ. ആ, ഇനി നീ തിങ്കളാഴ്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്. തേരിറങ്ങും മുകിലേ, മഴത്തൂവലൊന്നു തരുമോ? നോവലിന്ന മിഴിയിൽ ഒരു സ്നേഹമെഴുതാം. ഈശ്വര, കണ്ണടച്ചിട്ട് ഫുൾ അവളെല്ലേ കാണുന്നുള്ളൂ. കണ്ണിൽ തെളിയുന്നു താരനിരകൾ. തേരിറങ്ങും മുകിലേ, മഴത്തൂവലൊന്നു തരുമോ? നാളെ കോളേജിൽ പോയാൽ കാർത്തിക്കിനെ കാണേണ്ടി വരില്ലേ? അത് ശരിയാവില്ല. എന്തെങ്കിലും പറഞ്ഞ് മുങ്ങിയാലാ? നീ എന്തേ കോളേജിൽ പോകുന്നില്ലേ? ഇല്ല, എനിക്ക് നടുവേദന എടുക്കുന്നു, എന്താണെന്നറിയില്ല. നാളെ കോളേജിൽ പോകണ്ടല്ലേ എനിക്ക്. ഇത് ശരിയാവായിരിക്കും. നീ ഹോസ്റ്റലിലേക്ക് വിട്ടോ? ഇല്ല അമ്മ, കുറേ നേരമായി തുടങ്ങിയിട്ട് ഈ നടുവേദന. ഒരു ദിവസം കോളേജിൽ പോയിട്ടില്ല എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലല്ലോ. എന്താ ഞാൻ പോയി വാർഡറെ വിളിച്ചു പറയട്ടെ. ഹാവൂ, രക്ഷപ്പെട്ടു. ക്ലാസ് തുടങ്ങാറായി. ഇനിയോ വൃന്ദ വന്നേയില്ലല്ലോ. ഇനി അവൾ ഇന്ന് വരുന്നില്ലേ? അവളുടെ ഒരു ഫ്രണ്ട് ഇല്ലേ, പേര് ഇഷ, അവളോട് ചോദിക്കാം. ഇഷ, വൃന്ദ വന്നില്ലേ? ഇല്ല, അവള് ഹോസ്റ്റലിലേക്ക് വന്നിട്ടില്ല. വീട്ടിൽ തന്നെയാ ഉള്ളത്. അതെന്തേ? ഓക്ക് നടുവേദന എന്നാ പറഞ്ഞു. നടുവേദനയോ? നീ അവളുടെ ഫോൺ നമ്പർ ഒന്ന് തരോ? ഫോൺ നമ്പർ തരാം, പക്ഷെ ഞാനാ നിനക്ക് ഫോൺ നമ്പർ തന്നേന്ന് പറയരുത്. ആ, ഓക്കെ. ഫോൺ നമ്പർ വാങ്ങി കാർത്തിക്കും സൂര്യയും അവരുടെ ക്ലാസ്സിലേക്ക് പോകുന്നു. എടാ, ഞാൻ വിളിക്കണോ? നീ ധൈര്യമായി വിളിച്ചോ. ആ. അൺനോൺ നമ്പറാണല്ലോ, എടുക്കണോ? ആ, എടുത്തേക്കാം. ഹലോ, ആരാ? ഹലോ, ഞാനാ കാർത്തിക്. ഇവരെങ്ങനെ എൻ്റെ നമ്പർ കിട്ടി? ഹലോ, എന്തേ ഒന്നും മിണ്ടാത്തേ? തനിക്കെങ്ങനെ എൻ്റെ നമ്പർ കിട്ടിയേ? അത് കിട്ടാനാണോ ഇത്ര പണി? പിന്നെ നിനക്ക് നടുവേദനയാണെന്ന് കേട്ടു. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറ. അതൊക്കെ കുറഞ്ഞു. അപ്പൊ ബൈ. ഇത്ര പെട്ടെന്ന് പായോ? തനിക്ക് ക്ലാസ് തുടങ്ങാൻ സമയമായില്ലേ? ആ, അത് ശരിയാ. അപ്പൊ പിന്നെ വിളിക്കാം. എടാ, എനിക്ക് അവളെ കാണണമെന്നുണ്ട്. ഇപ്പോഴോ? ആ, നിനക്ക് പ്രേമം മൂത്ത് വട്ടായെന്നാ തോന്നുന്നു. എടാ, എന്തെങ്കിലും ഐഡിയ പറഞ്ഞാടാ. എടാ, നിന്റെ ബർത്ത്ഡേ അല്ലേ സൺഡേ? ആ, പാർട്ടി എന്തെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ആ, പപ്പ എന്തോ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞ്. അതിൽ നിനക്ക് വൃന്ദയെ ഇൻവൈറ്റ് ചെയ്തൂടെ? ആ, അത് നല്ല ഐഡിയ. താങ്ക് യുടാ മുത്തേ. എനക്ക് താങ്ക്സ് ഒന്നും വേണ്ട, ചെലവ് മതി. ആ, അതൊക്കെ ശരി. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു ഇവിടുന്ന് മുങ്ങും? ആക്ട് ചെയ്യണം. ആക്ടോ? യെസ്. നിനക്ക് തലവേദനയോ വയറുവേദനയോ എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യും. യാ, അത് നല്ല ഐഡിയ ആണല്ലോ. ഓ മൈ ഗോഡ്, എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരണമെന്നുണ്ട്. അയ്യോ, അതൊക്കെ ചെയ്ത് നീ ബുദ്ധിമുട്ടണമെന്നില്ല. അതൊക്കെ എൻ്റെ ഗേൾഫ്രണ്ട് ചെയ്തോളൂ. എടാ, തുടങ്ങിക്കോ. അയ്യോ, എനിക്ക് വയറുവേദന എടുക്കുന്നേ. എനിക്ക് വീട്ടിൽ പോണോ? ഇവനിതെന്താ കാണിക്കുന്നേ? വാട്ട് ഹാപ്പൻഡ്? സർ, എനിക്ക് വയറുവേദന എടുക്കുന്നു. എനിക്ക് വീട്ടിൽ പോണം. നല്ലോണം ഉണ്ടോ? ആ സർ. നീ ഓഫീസിൽ പോയി പ്രിൻസിപ്പാളിനെ കണ്ടിട്ട് പോയിക്കോ. ഓക്കെ സർ. ആരാ? ഞാൻ കാർത്തിക്, ഇഷിയുടെ ഫ്രണ്ടും സീനിയറും കൂടിയാ.
മോനകത്ത് വാ. എന്തെങ്കിലും അത്യാവശ്യമായിട്ടാണ് വന്നേ? ആ അത് എൻ്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാ. കാലിൻബലിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് വൃന്ദ റൂമിന്റെ പുറത്തേക്ക് വരുന്നു. കാർത്തികിനെ കണ്ടതും അവൾ ഞെട്ടുന്നു. താനെന്താ ഇവിടെ? താനെന്തോ നിന്റെ സീനിയർ അല്ലേ, അവൻ ബഹുമാനിച്ചൂടെ എനിക്ക്? ആ, കാർത്തിക് ഏട്ടൻ എന്താ ഇവിടെ? അത് എൻ്റെ ബർത്ത്ഡേ ഈ വരുന്ന സൺഡേ, അതിന് ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാ. ആ, മോനിവിടെ ഇരിക്ക്, ഞാൻ കുടിക്കാനെന്തെങ്കിലും എടുത്തിട്ട് വരാം. ആ ആൻറ്റി, നടുവേദന മാറിയോ? പിന്നെ താൻ കോളേജിൽ പോയതല്ലേ? ആ, ഞാൻ ക്ലാസ് കട്ട് ചെയ്തു. എന്തിന്? നിന്നെ കാണാൻ. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയ ഡ്രസ്സാണ്. പാകാവൂന്നറിയില്ല. പാകാവുന്നുണ്ടെങ്കിൽ ഇത് നീ പാർട്ടി കിട്ടിയിട്ട് വരണം. നോ, ഞാൻ പാർട്ടിയിൽ വരാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല. അതെന്തേ? എനിക്കങ്ങനെ പാർട്ടിയിലൊന്നും പോയിട്ട് ശീലമില്ല. ഈ സംഭാഷണം കേട്ടുകൊണ്ട് വൃന്ദയുടെ അമ്മ അടുക്കളയിൽ നിന്ന് ജ്യൂസുമായി വരുന്നു. ഇതാ മോനെ ജ്യൂസ്. ആന്റി, വൃന്ദ എന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ വരില്ലേ എന്ന് പറയുന്നു. തീർന്നു. വൃന്ദ അതെന്താ പോവാത്തെ? അത് വെറുതെ. മോൻ പേടിക്കണ്ട, ഇവള് വരും. ആന്റി, പിന്നെ ഈ ഡ്രസ്സ് ഞാൻ വൃന്ദയ്ക്ക് വേണ്ടി വാങ്ങിയതാ. പാർട്ടിയിൽ ഇത് ഉടുത്തിട്ട് വേണം വരാൻ. ആ കാര്യം ഞാൻ ഏറ്റു മോനെ. എന്നാ ആന്റി, ഞാൻ ഇറങ്ങുവാണേ. ആ മോനെ. കാർത്തിക് പുറത്തേക്ക് നടക്കുന്നു. വൃന്ദ, എനിക്ക് കുറച്ച് പണിയുണ്ട്, നീ അവരെ പറഞ്ഞയച്ചിട്ട് വാ. പിന്നെ മര്യാദയ്ക്ക് പെരുമാറണം. ആ, ബൈ. പോടാ മരപ്പട്ടി. ഞാനെന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്? അവരെ പ്രണയിച്ചാലെന്താ? അവനുള്ള ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് എൻ്റെ വക തന്നെ ആയിക്കോട്ടെ. ഈശ്വര, ഇത്രയും വലിയ വീടോ? വൃന്ദ മോളല്ലേ? ഞാൻ കാർത്തിക്കിന്റെ അമ്മയാ, അകത്തേക്ക് വാ. ഹാപ്പി ബർത്ത്ഡേ കാർത്തിക്. ഇത് എൻ്റെ വക ഒരു ചെറിയ സമ്മാനം. താങ്ക് യു വൃന്ദ. ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. എടാ കാർത്തി, നീ പറഞ്ഞ ഇമ്പോർട്ടന്റ് ഗസ്റ്റ് വന്നില്ലേ? എനിക്ക് കേക്ക് മുറിച്ചൂടെ? ആ പപ്പ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ കാർത്തിക്, ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് മുറിച്ച് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ വഴിക്കായി പിരിഞ്ഞു. കാർത്തിക്കിനെ കാണുന്നില്ലല്ലോ. ഞാനെങ്ങനെ അവനോട് എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം പറയാ? സൂര്യ. എന്താ വൃന്ദ? അത് കാർത്തിക് എവിടെ? അവൻ അവന്റെ റൂമിലുണ്ട്. എന്താ വൃന്ദ? എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. മുകളിലത്തെ ഫസ്റ്റത്തെ മുറിയാക്ക് പോയി കണ്ടോളൂ. കാർത്തിക്, ഞാൻ അകത്ത് കയറിക്കോട്ടെ? ആ, വൃന്ദ വരൂ. കാർത്തിക്, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? തനിക്ക് എന്നോടുള്ളത് എനിക്ക് തന്നോടുണ്ട്. എന്ന് വെച്ചാ? പിന്നെ നിനക്കൊരു പണിഷ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ? അതെന്നെ ജീവിതകാലം മുഴുവൻ സഹിക്കുകയെന്നാവട്ടെ.